നമസ്കാരം ഗൈസ്. ഇന്ന് വളരെ സ്പെഷ്യൽ ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ്. 30 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ 3 സ്കൂൾ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നത്. 30 വർഷമായി ഞാൻ എൻ്റെ പല കൂട്ടുകാരെയും കണ്ടിട്ട് അതിൽ ഈ 3 പേരെ ഞാൻ ഇന്ന് കാണുന്നു. നഴ്സറി മുതൽ 12ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് ഒരേ സ്കൂളിലായിരുന്നു. ഇന്ന് അവരെ കാണാൻ പോകുമ്പോഴുള്ള സന്തോഷം എനിക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവരിപ്പോൾ ഏത് നിലയിലെത്തിണ്ടാവോ, അവരെന്ത് ചെയ്യുന്നു, അങ്ങനെ പലതുമുണ്ട്. നമ്മൾ കോൺടാക്റ്റിലുണ്ടായിരുന്നു. എന്നാലും പലവരും പല രീതിയിലും പല സ്ഥലത്തായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇന്ന് മെട്രോ എടുക്കാനുള്ളതാണ്. മെട്രോയിൽ ഞാൻ ആക്ച്വലി നമ്മുടെ കടുകോടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങാൻ പോവാണ്. അവിടുന്ന് എൻ്റെ ഫ്രണ്ട് അരുൺ വന്നിട്ട് എന്നെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ആക്ച്വലി ഇന്ന് വൈറ്റ് ഫീൽഡിൽ തന്നെ എൻ്റെ പഴയ സുഹൃത്ത് കാണാൻ വന്നിരിക്കുക. ഇതാണ് അരുൺ. മുപ്പത് കൊല്ലായി തോന്നി ഇവനെ കണ്ടിട്ട്. ഇവനും ഞാനും തമ്മിലുണ്ട് ചെറുപ്പം പോലെ ഇങ്ങനെയാ വീടിന്റെ അടുത്ത് നമ്മള്. എനിക്ക് ഒരു മിക്സ്ഡ് ഫീലിങ്ങും മിക്സ്ഡ് ഇമോഷൻസുമാണ് ഇപ്പം. അരുൺ എൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു അവൻ്റെ വീടും. അപ്പോൾ അത് കാരണം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഓൾ ടുഗെദർ. നമ്മൾ ഇന്ന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വൈറ്റ് ഫീൽഡ് തന്നെ ഒരു വലിയൊരു സ്ഥലമാണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പല മുക്കിലും മൂലക്കിലും നിന്നാണ് ബാക്കി 2 പേരും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സെൻറ്റർ പോയിന്റ് വെച്ചു വേർ വി ഓൾ ക്യാൻ മീറ്റ് അപ്പ്. ഒരുത്തൻ എവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് രാജേഷ്. പിന്നെ ഇതാണ് അരുൺ. പിന്നെ അതാണ് മനോജ് നമ്പൂതിരി. സോ ഗൈസ്, ദീസ് ആർ മൈ ക്ലാസ്മേറ്റ്സ്. ഡൽഹിയിലെ ഗ്രൂപ്പിനെല്ലാം കുറച്ച് കുറവാണ് ഇവിടെ. പണ്ട് കുറേ ആൾക്കാർ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഒന്നിച്ചിരിക്കടാ ഗൈസ്. ഞാനിവിടെ വന്ന് സീൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ആഫ്റ്റർ ഓൾമോസ്റ്റ് 30 years ഐ എം മീറ്റിംഗ് ദം. സോ വി വർ എൻജോയിങ് അവർ ടൈം. അതിൻ്റെ ഇടയിൽ എൻ്റെ മമ്മിയും എൻ്റെ സിസ്റ്ററും വിളിച്ചു. ദേ ഓൾസോ സ്പോക്ക് ടു ദം. നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മുമ്പിൽ വിചാരിക്കും ഓക്കെ ഇത് ചെയ്യാം. പക്ഷേ സംടൈംസ് ദർ ആർ പേഴ്സണൽ ടൈംസ് ദാറ്റ് we cannot do those things because പേഴ്സണൽ മൂമെൻറ്റ്സ് ആണ്. ആ പേഴ്സണൽ മൂമെൻറ്റ്സ് കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിരിക്കുക രാജേഷ്. അപ്പോൾ അതുകൊണ്ടൊന്നും തോന്നരുത് രാജേഷ് ഇവിടെ വന്നിട്ട്. അല്ല, ഞാൻ പറയാം ഇങ്ങനെ നമ്മുടെ വ്ളോഗിൽ അധികം എടുക്കാൻ പറ്റില്ല ആരെയും. കാരണം നമ്മളുടെ ഒരു പേഴ്സണൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. എത്ര കാലം കഴിഞ്ഞിട്ട് കാണുക. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്, ഒന്നും തോന്നില്ല. ഒരു വട്ടം 3 വര. നിങ്ങൾ എന്താ പറഞ്ഞത്? ഒരു വട്ടം 3 വര. ഒരു വട്ടം 3 വര, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് മെർസിഡീസ് ബെൻസ് എൻ്റെ കൂട്ടുകാരൻ ഓടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നീ എങ്ങനെ MG ഉണ്ടാക്കടാ? പണി കിട്ടിയും പണി കൊടുത്തും അപ്പൊ നീ എങ്ങനെ മെർസിഡീസ് ഉണ്ടാക്കി? അതേ വഴി. നമുക്കറിയാവുന്ന ഒരു വഴിയില്ല. എന്ത് വഴി? ഇവിടെ 4 പണി കിട്ടുമ്പോ അവിടെ 2 പണി കൊടുത്തും അങ്ങനെ പണിത് ഇങ്ങനെ ഉണ്ടാക്കി. അതെ. പക്ഷെ അണ്ടർവേൾഡ് ഒന്നും അല്ലല്ലോ. അണ്ടർവെയർ ഒന്നുമല്ല. അണ്ടർവേയറല്ല എടാ, അണ്ടർവേൾഡ് ആണോ? എടാ പറയുന്നത് മനോജിനെ കണ്ടില്ലെങ്കിൽ ആ ബാക്കിലത്തെ ഒരു വട്ടമില്ലേ, ആ വട്ടത്തിനാണ് വില, നമ്മൾക്കല്ല. ആ വട്ടം ഇത് കണ്ടില്ലേ? ഞാൻ ഇതിനു മുമ്പേ നാളെ സൂം ചേട്ടാ. ഇതിനു മുമ്പേ ഓഡി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലൊന്ന് അങ്ങനെ ഗൈസ്, നമ്മൾ എല്ലാവരും ഇവിടെ പറയാനുള്ള സമയമായി. ലാസ്റ്റിൽ അരുൺ എന്നെ മെട്രോ സ്റ്റേഷനിൽ വിട്ടു. ഇവിടുന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് എടുക്കും എൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഇത് ലാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ഫീലിംഗ് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ ഫ്രണ്ട്സിനെയും ഇങ്ങനെ കണ്ടിട്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ അതൊരു അനുഭവം തന്നെയാണത്. നമ്മൾ കുറേ പഴയ കാര്യങ്ങളും നമ്മളുടെ കുസൃതികളും സ്കൂളിൽ വെച്ചുണ്ടാക്കിയ കുസൃതികളും എല്ലാതും പറഞ്ഞിരുന്ന് കുറേ അങ്ങോട്ട് ചിരിച്ചു. സമയം പോയത് തന്നെ അറിഞ്ഞില്ല.
കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ഇരുന്നേനെ. പക്ഷേ എല്ലാവർക്കും അടുത്ത ദിവസം ജോലി ഉണ്ടായിരുന്നു, എല്ലാവരും അവരുടെ തന്നെ തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട് പറയാമെന്ന് വിചാരിച്ചു. നേരത്തെ ആരും പോകാൻ തയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റിൽ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇരുന്നാൽ ശരിയാവില്ല, അധികം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഫിറ്റായിട്ട് പോകും. കാരണം അത്രയും നമ്മളിരുന്ന് കുറേ ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു അവിടുത്തെ. എനിക്ക് അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടുത്തെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്, ടോൾ ഓക്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ലൊരു എൻവയറമെൻറ്റ്, ഓപ്പൺ എയർ എൻവയറമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫീലിംഗും ആയിരുന്നു. നമ്മൾ അവിടെ ഇരുന്നിട്ട് വി വർ ടോക്കിംഗ് അബൌട്ട് ഓൾ ദി സ്റ്റോറീസ്, പഴയ കഥകളും എല്ലാതും. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ട അരുൺ, മനോജ്, പിന്നെ രാജേഷ് ദുബായിലുണ്ടായിരുന്നു ഒരു 10-15 കൊല്ലം. അവനത് ദുബായ് വിട്ടിട്ടാണ് വന്നത്. ഇപ്പോൾ ദുബായ് വിട്ടിട്ട് തന്നെ എനിക്കൊന്ന് 10-15 കൊല്ലം ആവാറായി തോന്നുന്നു. ആൻഡ് ആളിപ്പോൾ ഇവിടെ ഒരു IT കമ്പനി എങ്ങാണ്ട്, അരുൺ അത് IT-യിലാണ്, മനോജ് ബാങ്കിങ്ങിലാണ്. അപ്പോൾ അവരെല്ലാവരും നല്ലോണം സെറ്റിൽഡാണ്. ഇന്നത്തെ വ്ളോഗിൽ എനിക്ക് ഇനിയും അധികം പറയാനില്ല. കാരണം ഞാൻ ക്ലിപ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കുറേ. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് കാണുമ്പോൾ കുറേ കാലം കാണുമ്പോൾ കുറേ നമ്മുടെ വേർഡ്സ് ഒന്നും അത്രയും ഇതാവില്ല. അപ്പോൾ അതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. കുറേ ഷൂട്ട് ചെയ്ത് ചെയ്യാൻ, പക്ഷേ അതൊന്നും ഇടാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര ട്രൈ ചെയ്യണോ അത് ബീപ്പ് ചെയ്യാനോ ഇത് ചെയ്യാനോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ വെൻ ഓൾഡ് സ്കൂൾ മേറ്റ്സ് മീറ്റ് ആൻഡ് നമ്മളുടെ വർത്തമാനങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊരു ഇതായി നോട്ട്നെസ്സിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ 50-51 വയസ്സായാലും ശരി, നമ്മൾ വി ആർ ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഏജ്. ആ ഒരു ഏജിലേക്ക് കടന്നു പോകണ് നമ്മൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറന്നു പോണ് എന്ന് വെച്ചാൽ നമ്മുടെ ഏജ് എന്താണ്. സോ വി വെർ ജസ്റ്റ് എക്സാക്ട്ലി ലൈക്ക് ടീനേജേഴ്സ്. കുട്ടികളെ മാതിരി നമ്മളവിടെ ഇരുന്ന് സംസാരിച്ചതും പിന്നെ ചിരിച്ചും ഒന്നും പറയണ്ട ഗൈസ്. സോ വി ഹാഡ് എ വണ്ടർഫുൾ ടൈം. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ളോഗ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിങ് ആൻഡ് കമൻറ്റിങ്. സീ യു ഓൾ ലേറ്റർ. ബൈ.